ബെസേലിയോസ് ഗീവർഗീസ് മാർ കൂർലോസ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. താങ്കൾ ഇന്ന് അല്പം മുമ്പ് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തെക്കുറിച്ച് കൂടി അറിഞ്ഞിട്ടുണ്ടാകാം. വലിയ തരത്തിലുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്, എക്സൈസ് വകുപ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സമൂഹത്തിൻ്റെ വലിയൊരു ബോധവൽക്കരണ ഇടപെടലാണ് ഇതിൽ പ്രധാനമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ലഹരി നമ്മുടെ സമൂഹത്തിലെ ഒരു വലിയ പ്രശ്നമായി, ഒരു വലിയ വെല്ലുവിളിയായിട്ട് മാറിക്കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ വിപത്തിനെതിരെ പോരാടേണ്ട ഒരു സമയമാണ്. ലഹരിക്ക് ജാതിയില്ല, ലഹരിക്ക് മതമില്ല, ലഹരിക്ക് രാഷ്ട്രീയമില്ല. അതുകൊണ്ട് ഇത് നമ്മുടെ നാടിനെ ആകമാനം ഗ്രസിച്ചിരിക്കുന്ന ഒരു പൊതു പ്രശ്നം എന്ന നിലയിൽ എല്ലാവരും ജാതി മത വർണ്ണവർഗ രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിച്ചു നിന്ന് പോരാടേണ്ട ഒരു സമയമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സർക്കാരും ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ നിലപാടുകൾ സ്വാഗതം ചെയ്യുന്നു. അടുത്ത കാലത്ത് 2-3 മാസമായിട്ട് ഊർജിതമായിട്ട് പോലീസ് ശ്രമിക്കുന്നുണ്ട്. അതിൽ വീഴ്ച വരാതെ മുന്നോട്ട് തന്നെ പോകുവാനും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ വിപത്തിനെ നേരിടുവാനായിട്ട് ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിത്. മുഖ്യമന്ത്രിയുടെ ഇനിഷ്യേറ്റീവിനെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. ഇതിനകത്ത് മറ്റൊരു വിഷയം ഉയർന്നു വരുന്നത്, ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനും വലിയ തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാനും ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. അതല്ല, രാഷ്ട്രീയത്തിന് അതീതമായൊരു ഇടപെടൽ വേണ്ടതല്ലേ ശരിക്കും? തീർച്ചയായിട്ടും ഞാൻ ഓർപ്പിച്ച പോലെ ഇതിനകത്ത് രാഷ്ട്രീയം പാടില്ല. ഇത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു ഒരുമിച്ച് നിൽക്കേണ്ട ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന പാർട്ടിക്കാരെന്ന് പറയേണ്ട ഒരു സമയമല്ലിത്. ആരെയും അങ്ങോട്ട് ഇതൊരു ബ്ലെയിം ഗെയിമിനുള്ള സമയമല്ല. നമ്മൾ ഒരാളെ പഴിക്കാനുള്ള സമയം അല്ല ഇത്. ഇത് ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. നമ്മൾ പ്രളയത്തിന്റെ കാലത്തും മഹാമാരിയുടെ കാലത്തും എങ്ങനെ ഒരുമിച്ച് നിന്നോ അതുപോലെ ഒരുമിച്ച് നിൽക്കേണ്ട മറ്റൊരു വെല്ലുവിളിയാണ് ലഹരിയുടെ രൂപത്തിൽ നമ്മളെ ഇപ്പോൾ ഗ്രസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഗൗരവം ഒട്ടും ചോരാതെ സർക്കാരിനോടൊപ്പം നിന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ വിപത്തിനെതിരെ പോരാടുവാനായിട്ട് തയ്യാറാകണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. താങ്കളോട് ഒരു ചോദ്യം കൂടി. അതായത് ഇന്നിപ്പോൾ വന്ന ഏറ്റവും പുതിയൊരു വാർത്ത, കോട്ടയത്ത് നിന്ന് കഞ്ചാവുമായി പിടിയിലായത് ഒരു 10ാം ക്ലാസ്സുകാരനാണ്. അതായത് കേവലം 15 വയസ്സുകാരൻ. ഇത്തരത്തിൽ കുഞ്ഞുങ്ങളടക്കം ഈ ലഹരി കടത്തിലടക്കം പങ്കാളികളാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് സഭയുടെ സ്ഥാപനങ്ങളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവിടങ്ങളിലൊക്കെ കൃത്യമായൊരു ബോധവൽക്കരണം സഭയുടെ നേതൃത്വത്തിൽ തന്നെ നടത്തേണ്ടി വരികയുണ്ട്. പ്രത്യേകിച്ചും ഈ കുഞ്ഞുങ്ങളടക്കം 10 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങളടക്കം ഇത്തരത്തിൽ ഇരകളാകുന്ന ഒരു സാഹചര്യത്തിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് താങ്കൾ ഉന്നയിച്ചത്. നമ്മുടെ കൊച്ചുകുട്ടികൾ വരെ ഇതിന്റെ സ്വാധീനത്തിൽ വന്നു കഴിഞ്ഞു. ചെറിയ സ്കൂളുകളിൽ പോലും മദ്യവും കഞ്ചാവും മറ്റ് സിന്തറ്റിക് ഡ്രഗ്സും ഒക്കെ ലഭ്യമാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. സ്കൂളുകളുടെയൊക്കെ തൊട്ടടുത്തുള്ള മാടക്കടകളിൽ പോലും ഇത് ലഭ്യമാണ്. അതുകൊണ്ട് ഇതിനെതിരെയുള്ള ബോധവൽക്കരണം ശക്തമാക്കേണ്ട ഒരു സമയമാണ്. മതങ്ങൾക്കും സഭകൾക്കും അവര് നേതൃത്വം നൽകുന്ന കലാലയങ്ങളിലുമൊക്കെ ഈ സന്ദേശം പ്രചരിപ്പിക്കുവാനായിട്ട് അവർ വലിയൊരു ഇനിഷ്യേറ്റീവ് നേതൃത്വം ഇക്കാര്യത്തിൽ എടുക്കേണ്ട സമയമാണ്. അതിലൊട്ടും വീഴ്ച വരാനായിട്ട് പാടില്ല. വളരെ നന്ദി ശ്രീ ഗീവർഗീസ് മാർ കൂർലോസ് ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.